ഹലോ എവരി വൺ, വെൽക്കം ടു CC ടെക്നിക്കൽ PSC. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയൊക്കെ അടുത്തെത്താറായി. എല്ലാവരും പഠിക്കുന്നതിനുള്ള ചൂടിലായിരിക്കും. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലെ സിലബസിൽ വരുന്ന ഓപ്പാമ്പിനെ കുറിച്ച്, ഓപ്പാമ്പിൻ്റെ ഏകദേശം സകല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓപ്പാമ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, അതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് എന്ത് പറയുക, ഓപ്പാമ്പ് എന്ന് പറയുക അല്ലേ. ഓപ്പറേഷണൽ ആംപ്ലിഫയർ. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ, ഓപ്പാമ്പ്. ഇനി ആ ഓപ്പാമ്പ് നമ്മൾ പ്രാക്ടിക്കൽ ലാബിലൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓപ്പാമ്പ് ഈസ് 8 പിൻ, അതൊക്കെ ഒരു 8 പിൻ ഉണ്ട്, അല്ലെങ്കിൽ 8 ടെർമിനൽസുള്ള ഒരാളാണ് നമ്മുടെ ഓപ്പാമ്പ് എന്ന് പറയുന്നത്. അതിൽ നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ ഓപ്പാമ്പിനെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അയാളുടെ ഇൻപുട്ട്സ് എങ്ങനെയൊക്കെ കൊടുക്കണം നോക്കൂ. ഈ 3, അതായത് 8 ടെർമിനൽസ് അല്ലെങ്കിൽ 8 പിൻസ് ഉണ്ട്. അതിൽ 3 എന്താണ്, ഇറ്റ് ഈസ് പ്ലസ്, അതായത് അതെങ്ങനത്തെയാണ്, നോൺ ഇൻവേർട്ടിംഗ് ആയിട്ട് ടെർമിനലാണ്. നമ്മൾ അതിൽ ഇതവിടെ എഴുതിയിട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. നമ്മൾ ആ തേർഡ് ടെർമിനലിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ പുറത്ത് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും, നോൺ ഇൻവേർട്ടിംഗ് ആയിരിക്കും. എങ്ങനെയാണോ കൊടുത്തത് അതേ ഫേസിലായിരിക്കും അയാൾ പുറത്ത് വരിക. അതാണ് ഔട്ട്പുട്ടിൽ വരിക. ഓക്കെ, അതാണ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, അല്ലെങ്കിൽ അതിലാണ് നമ്മൾ എന്ത് പറയുക, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയാം. ഓക്കെ, ഇനി ടെർമിനൽ 2 നോക്കൂ. 2ൽ കൊടുത്തേക്കുന്ന സൈൻ എന്താണ്, നെഗറ്റീവ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ ഈ സിക്സ്ത് പിന്നിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ആ 6th പിന്നിൽ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് 2വിലാണെങ്കിൽ, ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഇൻപുട്ടിലാണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ 6ന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ഫേസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഇത് നമ്മുടെ ഓപ്പാമ്പിൻ്റെ 2 ടെർമിനൽസ് ആണ്, 2ഉം 3യും. അപ്പോൾ 2 എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലാണ്. അതുപോലെ 3 എന്ന് പറയുന്നത് എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലാണ്. ഇനി നമ്മൾ ഓപ്പാമ്പിൻ്റെ പോസിറ്റീവ് VCC മൈനസ് VCC എല്ലാം കൊടുക്കുന്നത് എവിടെയാണ്, 7ൽ നിന്ന് പ്ലസ് VCC. കണ്ടോ, ഇവിടെ പ്ലസ് ആണ് കൊടുക്കുന്നത്. 4ൽ നിന്ന് കൊടുക്കുന്നത് എന്താണ്, മൈനസ് VCC. നമ്മൾ ഓപ്പാമ്പിൻ്റെ ബ്രെഡ് ബോർഡിൽ കുത്തി നമ്മൾ ഓരോ സർക്യൂട്ടുകൾ അസൈൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന പിന്നുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 7ൽ വരുന്നത് പ്ലസ് VCCയും 4ൽ വരുന്നത് എന്താണ്, മൈനസ് VCCയുമാണ്. ഇനി 6, 6ാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുക, ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, സോ ഒരു ഓപ്പാമ്പ് ഒരു 8 പിന്ന് അല്ലെങ്കിൽ 8 ടെർമിനൽസുള്ള ഒരാളാണ്. സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. തേർഡ് പിൻ അല്ലെങ്കിൽ തേർഡ് ടെർമിനൽ ഈസ് ദ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. 7 and 4th they are giving the plus VCC as well as minus VCC, and 6th pin is actually the output. From the 6th pin നമ്മൾ എന്തെടുക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നത് 6th പിൻ എന്നാണ്. ഓക്കെ, സോ ഇതാണ് ഓപ്പാമ്പിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അയാളുടെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. അയാളുടെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷൻ്റെ കേസിൽ എങ്ങനെയാണ് ഈ വക പ്രോപ്പർട്ടീസൊക്കെ വരിക എന്നുള്ളത് നോക്കാം. സോ നോക്കൂ, ഒന്നാമത്തെ പ്രോപ്പർട്ടി ഏതാണ്, ഫസ്റ്റ് ക്വാണ്ടിറ്റി, ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതാണ് കാണിച്ചിരിക്കുന്നത്, AVOL എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അയാൾ എങ്ങനെയാണ്, ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് ആയിട്ടൊരാളാണ്. ആര്, ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി എങ്ങനെയാണ്, യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി എഫ് യൂണിറ്റി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അയാൾ എങ്ങനെയായിരിക്കും, അയാളും ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇനി ഓപ്പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോപ്പർട്ടിയാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്, ഇവ കാര്യങ്ങൾ. ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് RIN എന്നാണ്. അയാളുടെ വാല്യൂ എങ്ങനെയാണ്, ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നോക്കൂ, ROUT എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ എക്സ്പ്രസ് ചെയ്യുക. ആ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്, അത് 0 ആണ്. ഓക്കെ, സോ ഒരു ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആണ്, അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്, 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ് ഇൻപുട്ട് ബയസ് കറൻറ്റ്. അതിനെ ഇൻപുട്ട് ബയസ് കറൻറ്റ് ഐഡിയൽ കേസിൽ എന്തായിരിക്കും, അത് 0 ആയിരിക്കും. അതുപോലെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ് എങ്ങനെയാണ് ഐഡിയൽ കേസിൽ, അയാളും 0 ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ആ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് നോക്കൂ, അയാളും 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്
ഇൻപുട്ട് ബയസ് കറൻറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇവരെല്ലാം ഒരു ഐഡിയൽ കേസിൽ നമ്മുടെ ഓപ്പാമ്പിൻ്റെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഓപ്പാമ്പിനെ സംബന്ധിച്ചിടത്തോളം. ഓപ്പാമ്പ് സിലബസിലുള്ള ഒരു പരീക്ഷയ്ക്ക് ഈ CMRR എന്നതിൻ്റെ ഫുൾ ഫോമാണ് എഴുതിയിരിക്കുന്നത്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നുള്ളത്. അതിനെക്കുറിച്ച് ചോദിക്കാത്ത ഒരു എക്സാം ഒരിക്കലും ഉണ്ടായിരിക്കില്ല. സോ അതെങ്ങനെയാണ് ഒരു ഐഡിയൽ കേസിൽ CMRR അല്ലെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോൻ്റെ വാല്യൂ എത്രയായിരിക്കും? അതും ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതപ്പോൾ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതും പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ഇത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിന്, യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഓൾസോ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഈ 4 പേരും ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് പഠിച്ചാൽ നമുക്ക് തെറ്റില്ല. അതുപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് ബയസ് കറൻറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇത് 4ഉം എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ വളരെ ബേസിക് ആയ നമ്മുടെ ഓപ്പാമ്പിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇത്. എങ്ങനെയൊക്കെയാണ് ഓരോ വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഓപ്പാമ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഓപ്പാമ്പ് എങ്ങനെയൊക്കെയായിട്ട് ആക്ട് ചെയ്യും? അയാളൊരു ആംപ്ലിഫയർ ആണ് നമ്മൾ പറഞ്ഞു. സോ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെയാണ് ഓപ്പാമ്പ് ആക്ട് ചെയ്യുന്നത്? ആ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നോക്കൂ, ഈ ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ ഈസ് നോൺ ആസ് ഇൻവേർട്ടിംഗ് ടെർമിനൽ. ആ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാണ്? നോക്കൂ, ദാ കൊടുക്കുന്നത് നെഗറ്റീവ് ടെർമിനലിലാണ്. ഇൻപുട്ട് ഈസ് ഗിവൺ ഇൻ ടു ദ നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ഈ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോപ്പർട്ടിയാണ് വാട്ട് യു മീൻ ബൈ വിർച്വൽ ഗ്രൗണ്ട്. വിർച്വൽ ഗ്രൗണ്ട്, ഈ ഒരു പോയിന്റ് എന്താ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? ദിസ് പോയിന്റ്, ഇറ്റ് വിൽ ബി VD എന്നത്, ഈ ഡിഫറൻസിനെയാണ് VD റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് വാല്യൂ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? അത് 0 ആയിരിക്കും. നമുക്ക് അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് വിർച്വൽ ഗ്രൗണ്ട് പോയിന്റ്. വിർച്വൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട്, നമുക്ക് വി സീം ടു, നമുക്ക് തോന്നണത് എന്ന് പോലെയാണ്. സോ ആക്ച്വലി ഗ്രൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു പോയിന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? ഗ്രൗണ്ട് ചെയ്ത പോലെ തന്നെ. സോ വിർച്വൽ ഗ്രൗണ്ട് ഈസ് ആക്ച്വലി ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി റിലേറ്റഡ് ടു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഓക്കെ, പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് 6th ടെർമിനലിൽ നിന്നാണ് ഔട്ട്പുട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് ഈസ് ടേക്കിംഗ് ഫ്രം ഹിയർ. സോ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നു? വീണ്ടും നമ്മുടെ ഈ നെഗറ്റീവ് ടെർമിനലിലോട്ട് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ത്രൂ ദ റെസിസ്റ്റർ RF. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുന്നിൽ ഇൻപുട്ട്, അതായത് നമ്മൾ ഓപ്പാമ്പിലോട്ട് കൊടുക്കുന്നതിന് മുന്നിൽ നമ്മൾ റെസിസ്റ്റർ ഉണ്ട്. ഈ സർക്യൂട്ടിലെ കാര്യങ്ങളാണ് പറയണത്. R1 എന്നൊരു റെസിസ്റ്റർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ AC സിഗ്നൽ വി ആർ ഗിവിംഗ് ഇൻ ടു ദ സിഗ്നൽ ഈസ് ഗിവിംഗ് ഇൻ ടു ദ ഓപ്പാമ്പ്. ഓക്കെ, സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, വാട്ട് യു മീൻ ബൈ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ? അയാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് വെർച്വൽ ഗ്രൗണ്ട്. അതുപോലെ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ RF ഉണ്ട്, R1 ഉണ്ട് അല്ലേ? ഈ 2 റെസിസ്റ്റേഴ്സിനെ RF R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഗെയിൻ ഓഫ് എ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ AV എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. AV is the gain of the inverting amplifier. It will be equal to minus RF divided by R1. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡിയ ആണ്. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു ഐഡിയ ആണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളത്. സോ ദ ഗെയിൻ ഓഫ് എ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ മൈനസ് RF ഡിവൈഡഡ് ബൈ R1. ഓക്കെ, സോ ഈ മൈനസ് RF ഡിവൈഡഡ് ബൈ R1ൻ്റെ വാല്യൂ ആക്ച്വലി 1, അതായത് RF ബൈ R1 1 ആവുന്ന കേസിൽ, അതായത് ഗെയിൻ ഈസ് ഈക്വൽ ടു, സോ -1 ആവും അല്ലേ? ആ -1 ആവുന്ന കേസിൽ ഗെയിനുള്ള ആളെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടിംഗ് ബഫർ എന്ന് പറയുന്നത്. സോ AV ഈസ് ഈക്വൽ ടു -RF ബൈ R1. RF ബൈ R1ൻ്റെ വാല്യൂ 1 ആവണ കേസിൽ വി കോൾ ദിസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആസ് ഇൻവേർട്ടിംഗ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയ തന്നെയാണ് അത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരാളെ നോക്കൂ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ദിസ് ഓപ്പാമ്പ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നമ്മൾ ആ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇൻപുട്ട് കൊടുത്തത് എവിടെയാണ്? ഇൻ ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ആ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയിട്ടുള്ള പ്ലസിൻ്റെ സ്ഥലത്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ആയതുകൊണ്ടാണ് അതിനെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു റെസിസ്റ്റേഴ്സിൻ്റെ ഒരു സീരീസ് കാണാം, അതായത് R1ഉം R2ഉം ആയിട്ടുള്ള ആൾ. സോ ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസിലുള്ള ഗെയിന്
റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ വി ഈസ് ഇക്വൽ ടു 1 പ്ലസ് R1/R2 എന്നാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ R1 R2 എന്ന് കൊടുത്തത് കൊണ്ടാണ് R1 R2 ഇവിടെ വന്നത്. ഇഫ് വി ആർ നെയിമിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേ, ഇവിടുത്തെ റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എ വി ഈസ് ഇക്വൽ ടു 1 പ്ലസ് R1/R2. ഓക്കെ, ഇനി ഈ എ വിയുടെ വാല്യൂ, അതായത് ഗെയിനിൻ്റെ വാല്യൂ എങ്ങനെ യൂണിറ്റി വരുന്ന കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ RF/R1 കാര്യം പറഞ്ഞു. അതുപോലെ ഇവിടെ R1/R2 വാല്യൂ 1 വരുന്ന കേസിൽ എ വി എന്തായി മാറും? എ വി 1 ആയി മാറും. സോ ഗെയിൻ 1 ആയി വരുന്ന നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ്, യൂണിറ്റി ഗെയിൻ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റി ഗെയിൻ വോൾട്ടേജ് ഫോളോവർ. സോ രണ്ടിലെയും നമുക്ക് ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ഐഡിയ പറഞ്ഞു. ഒരു ഇൻവേർട്ടിംഗ് ബഫർ എന്താണ്, ഇവിടെ ഒരു വോൾട്ടേജ് യൂണിറ്റി ഗെയിൻ വോൾട്ടേജ് ആയിട്ടുള്ള യൂണിറ്റി ഗെയിൻ വോൾട്ടേജ് ഫോളോവർ എന്താണെന്നുള്ള കാര്യം. ഓക്കെ ആണോ? ഇനി വേറൊരു ഓപ്പാം കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഈ ഓപ്പാമിൻ്റെ പ്രത്യേകത എന്താ നോക്കൂ. ഇൻപുട്ടിൽ ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഒരു ഇൻപുട്ടുള്ള ആളെ മാത്രമാണ് അല്ലേ. ഇവിടെ നോക്കൂ, ദർ ഈസ് ആക്ച്വലി ഇവിടെ നോക്കൂ, ഈ R1 റെസിസ്റ്ററിലൂടെ ഒരു I1 കൊടുക്കുന്നു, R2 ഒരു I2 കൊടുക്കുന്നു, R3 ഒരു I3 കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഗിവിങ് ഇൻ ടു ദ നെഗറ്റീവ് ടെർമിനൽ. ദാറ്റ് ഈസ് നെഗറ്റീവ് ടെർമിനൽ ഈസ് നോൺ ആസ് എന്ത് ടെർമിനൽ എന്താ പറയുക? ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ടാണ് നമ്മൾ ഈ ഇൻപുട്ടുകളെല്ലാം കൊടുക്കുന്നത് അല്ലേ. ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ നമ്മുടെ ഗെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? -RF/R1 എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. അവിടെ നമ്മൾ എന്ത് ഈസ് ഇക്വൽ ടു ആണ് പറഞ്ഞത്? എ വി ഈസ് ഈക്വൽ ടു അല്ല, എ വി ഈസ് ഈക്വൽ ടു. സോ എ വി ഈസ് ആക്ച്വലി വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ. വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇന്നിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ -R അല്ലെങ്കിൽ എ വി ഈസ് ഈക്വൽ ടു ഗെയിൻ എന്ന് പറയുന്നത് അതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഈസ് ഈക്വൽ ടു -RF ഡിവൈഡഡ് ബൈ R1. ഇനി ഇത് നമുക്ക് വി ഔട്ട് എന്താണെന്ന് എഴുതി നോക്കിയാലോ. സോ വി ഔട്ടിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു -RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു VIN എന്ന ഒരു ഇക്വേഷൻ. നമ്മൾ ഗെയിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എ വി ഈസ് ഈക്വൽ ടു നമ്മുടെ വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ എന്നായിരുന്നു ഇക്വേഷൻ. അത് ഈസ് ഈക്വൽ ടു ആണ് നമ്മുടെ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഓപ്പാമ്പ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ആണ് -RF/R1. നമ്മൾ അതിനെ ഇപ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്ന രൂപത്തിലോട്ട് എഴുതി, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ സമ്മിങ് ആംപ്ലിഫയറിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ VIN എന്ന് മാത്രം നമുക്ക് ഒതുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഒന്നിൽ കൂടുതൽ ഇൻപുട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ V1 വരും, V2 വരും, V3 വരും അല്ലേ. അപ്പോൾ ആ കേസിൽ നമുക്ക് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് വി ഔട്ട് എഴുതാൻ പറ്റുക? വി ഔട്ട് ഈസ് ഈക്വൽ ടു RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സെട്ര. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് 3 പ്ലസ് V3 എഴുതിയാൽ മതി. അതിൽ കൂടുതലുള്ള കേസുകളാണെങ്കിൽ പ്ലസ് എക്സെട്ര പറഞ്ഞു പോകും. ഓക്കെ, സോ സമ്മിങ് ആംപ്ലിഫയർ ഒരു ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. വി ആർ ഗിവിംഗ് ദ ഇൻപുട്ട് ഇൻ ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ, അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ആളിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? ഒന്നിൽ കൂടുതലാണെന്ന് മാത്രം. ആസ് യൂഷ്വൽ നമ്മൾ അവിടെ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് RF എന്ന റെസിസ്റ്ററിലൂടെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ഓപ്പാമിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺഫിഗറേഷനാണ്. ആക്ച്വലി ഓപ്പാമിൻ്റെ ഈ ഭാഗത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കിട്ടാവുന്നതാണ് എക്സാമിന്. അപ്പം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ഏരിയയുമാണ് ഈ ഓപ്പാംസ് എന്ന് പറയുന്നത്. സോ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഏപ്രിൽ 12-നാണ് പരീക്ഷ. നമുക്കറിയാം CCയിൽ ഒരു ഓൺഗോയിങ് ബാച്ച് ഉണ്ട്, ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CCയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ഫുൾ സിലബസ് കവേർഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓരോ വീഡിയോനും താഴെ ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CCയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓപ്പാമ്പുകളെ കുറിച്ചാണ്. ഇനി ഈ ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അയാളുടെ വേറൊരു സ്റ്റൈൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അയാളെ കാണുന്നത്, ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഡിഫറൻഷിയേറ്റർ. സോ ഓപ്പാമ്പ് ആസ് എ ഡിഫറൻഷിയേറ്റർ. ഇൻ ദ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൻ്റെ പ്രത്യേകം നോക്കൂ. ഇൻപുട്ട് കൊടുക്കുന്നത് ആരിലൂടെയാണ്? ഒരു കപ്പാസിറ്ററിലൂടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് ഇതിലൂടെയാണ്? ഒരു റെസിസ്റ്ററിലൂടെയാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കേസുകളാണ്. നമ്മൾ ഉറപ്പായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൽ എങ്ങനെയാണ്? ഇൻപുട്ട് ഈസ് ഗിവൺ ത്രൂ എ കപ്പാസിറ്റർ, ഫീഡ്ബാക്ക് ഈസ്
ടേക്കൺ ഫ്രം അല്ലെങ്കിൽ ത്രൂ എ റെസിസ്റ്റർ. ആ റെസിസ്റ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് RF ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ദ ഇൻപുട്ട് ഈസ് ഗിവൺ ത്രൂ എ കപ്പാസിറ്റർ ഇൻ ദ ഡിഫറൻഷ്യേറ്റഡ് സർക്യൂട്ട്. ഇനി അയാളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കൂ, ഇക്വേഷൻ നോക്കൂ, -R1 CF ഇൻറ്റു dVin ഡിവൈഡഡ് ബൈ dt ആണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ദ പ്രോഡക്റ്റ് ഓഫ് R ആൻഡ് C ഇൻറ്റു dVin ഡിവൈഡഡ് ബൈ dt ആണ് ഒരു ഡിഫറൻഷ്യേറ്റർ ആയിട്ട് ഓപ്പ് ആംപ് സർക്യൂട്ട് ആക്ട് ചെയ്യുമ്പോൾ അയാളുടെ വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഓക്കെ ആണോ? ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻ്റഗ്രേറ്ററും. ഇൻ്റഗ്രേറ്റ് ഡിഫറൻഷ്യേറ്ററും ആക്ച്വലി നമ്മൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇവിടെ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു ഇൻ്റഗ്രേറ്ററിൽ ത്രൂ എ റെസിസ്റ്റർ ആണ്. അവിടെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്ററിൽ എങ്ങനെയായിരുന്നു? ഒരു കപ്പാസിറ്ററിലൂടെയാണ്. സോ ഇൻ്റഗ്രേറ്റർ ഈസ് ഇൻ ദ ഇൻ്റഗ്രേറ്റർ ഇൻപുട്ട് ഈസ് ഗിവൺ ത്രൂ എ റെസിസ്റ്റർ. ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് എ ഓർ ത്രൂ എ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നത് ആരിലൂടെയാണ്? ഒരു കപ്പാസിറ്ററിലൂടെയാണ്. ഓക്കെ, സോ ഇൻപുട്ട് റെസിസ്റ്ററിലൂടെ, ഔട്ട്പുട്ട് ഒരു കപ്പാസിറ്ററിലൂടെ. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം നോക്കൂ. വി ഔട്ട് ഈസ് ഈക്വൽ ടു 1/-1/R1 CF ഇൻ്റഗ്രൽ 0 to t VIN dt. പിന്നെ പ്ലസ് സി എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രേഷൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കടന്നു വരും, അതാണ് പ്ലസ് സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷ്യേറ്റർ നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് ഈസ് ഗിവൺ ത്രൂ എ കപ്പാസിറ്റർ ഇൻ ദ കേസ് ഓഫ് എ ഡിഫറൻഷ്യേറ്റർ. ഇൻ ദ കേസ് ഓഫ് എ ഇൻ്റഗ്രേറ്റർ ഇൻപുട്ട് ഈസ് ഗിവൺ ത്രൂ എ റെസിസ്റ്റർ. ഓക്കെ, പിന്നെ അയാളുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇൻ്റഗ്രേറ്റർ ഡിഫറൻഷ്യേറ്റർ എന്ന രീതിയിൽ നമ്മളോട് ചോദിക്കാനുള്ള ചാൻസ്. ഓക്കെ ആണോ? സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഓപ്പ് ആമ്പുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഓപ്പ് ആമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എങ്ങനെയൊക്കെയായി ആക്ട് ചെയ്യുന്നു, അയാൾ എങ്ങനെ ഒരു ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആക്ട് ചെയ്യുന്നു, എങ്ങനെ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആക്ട് ചെയ്യുന്നു, എങ്ങനെ അയാൾ ഒരു സമ്മിങ് ആംപ്ലിഫയർ ആക്ട് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ ഇൻ്റഗ്രേറ്റർ ഡിഫറൻഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓപ്പ് ആമ്പിനുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് നല്ലപോലെ ഒരുങ്ങുക, നല്ലപോലെ പഠിക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ കോഴ്സ് നമ്മുടെ ബോർഡ് നമ്പറിലോട്ട് വിളിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.